ഇന്ന് നമുക്ക് ഇതേപോലത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡൈസി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയല്ലോ പേപ്പർ കൊണ്ട്. അപ്പൊ എങ്ങനെയാണ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കുക. അതിനായിട്ട് A4 സൈസിലുള്ള ഒരു കളർ പേപ്പർ എടുക്കുക. അതിൽ 6 സെന്റിമീറ്റർ അളവ് സ്കെയിലിൽ അളന്നിട്ട് കോമ്പസും പെൻസിലും ഉപയോഗിച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. ഒരു റൗണ്ട് അതേപോലെ 4 സെന്റിമീറ്റർ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുക. ഇനി അതിലൊന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പെൻസിൽ കൊണ്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് നിവർത്തിയിട്ട് കട്ട് ചെയ്യേണ്ട ഭാഗമൊക്കെ ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ ഒന്ന് ഓരോ ഇതളുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഫ്ലവർ ഒന്ന് നിവർത്തി എടുക്കുന്നുണ്ട്. ഇനി അതിൽ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്യാൻ ബാക്കി ഉണ്ടാവും. അപ്പൊ അവിടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ഗ്ലൂ തേച്ചിട്ട് മുകളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തെടുക്കാം. അതേപോലെ 4 സെന്റിമീറ്റർ അളവിൻ്റെത് ഞാൻ ഒരു ഫ്ലവർ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം നമുക്കൊന്ന് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ആ ഫ്ലവർ ഒന്ന് മേലക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹോളിന്റെ ഭാഗത്തൊന്ന് കുത്തി കൊടുക്കുന്നത്. പിന്നെ 4x30 സെന്റിമീറ്റർ അളവിൽ 2 കളർ പേപ്പർ സൈസ് എടുക്കുക. ബ്ലാക്കും ഒരു യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ മടക്കിയിട്ട് കത്രിക വെച്ചിട്ട് പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക നീളത്തിൽ. എന്നിട്ട് നമ്മൾ ബ്ലാക്കും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് സ്റ്റിക്കുമ്മേ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഇതൊന്ന് ചുറ്റി കൊടുത്തെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കട്ട് ചെയ്ത ആ യെല്ലോയും കൂടി ബ്ലാക്കിന്റെ മേലെ കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പൊ മുഴുവനായിട്ട് ചുറ്റി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് അതിന്റെ അറ്റത്ത് ഗ്ലൂ തേച്ചിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലവർ എടുത്ത് അതിന്റെ സെൻട്രലായിട്ട് ഗ്ലൂ തേച്ചിട്ട് ഈ സ്റ്റിക്കുള്ള ഭാഗം നമുക്കൊന്ന് അതിലൂടെ ഇറക്കി കൊടുക്കുക ഹോളിലൂടെ. എന്നിട്ട് ഈ പൂ പോലത്തെ ഭാഗങ്ങളൊക്കെ വിരിയിച്ചൊന്ന് കൈ കൊണ്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ഡൈസി ഫ്ലവർ റെഡിയാണ്. ഇനി ഇതിന് നമുക്ക് ലീഫ് കൊടുക്കണം. അതേപോലെ താഴ്ഭാഗത്തായിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ലീഫ് പോലെ ഉണ്ടാവും, അതും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 10x13 സെന്റിമീറ്റർ അളവിൽ 2 ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പീസ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറ്റേ പീസാണ്. അപ്പൊ ആ പീസ് കൊണ്ട് ഞാനിവിടെ ലീഫ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഗ്ലൂ തേച്ചിട്ട് 2 ലീഫ് 4 ലീഫ് കിട്ടും. അപ്പോൾ ഒന്നിന്റെ മേലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മറ്റേ ലീഫ് പോലത്തെ ആ സപ്പോർട്ടിന് നിൽക്കുന്ന ഭാഗം നമ്മളൊന്ന് ഗ്ലൂ തേച്ചിട്ട് അത് അടിഭാഗത്ത് ഫ്ലവറിന്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ലീഫ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 ലീഫേന്ന് എടുത്തിരുന്നത് ഒരു ലീഫിൽ ഒതുക്കി. മറ്റേ ലീഫ് സാധാ ഗ്ലൂ കൊണ്ട് ഒട്ടുന്നില്ല. അപ്പൊ ഗ്ലൂ ഗണ്ണിന്റെ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചത്. അപ്പൊ നമ്മുടെ പേപ്പർ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വീടൊക്കെ അലങ്കരിക്കാൻ പറ്റും, നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഡൈസി ഫ്ലവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.